മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രനായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക. അലീനയെ എന്തൊക്കെ പറയുന്നു, അതുപോലെ തന്നെ അവർ ചിരിക്കുന്നുണ്ടോ, ഏതൊക്കെ കാര്യം പറയുന്നേ എന്നൊക്കെ വൈജയന്തി അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ബാലചന്ദ്രൻ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കണ്ടോ, ശ്രദ്ധിച്ചോ, എന്തോ ഒരു കുരുത്തത്തനം ഉണ്ട്. കാര്യം എന്താണെന്നാൽ അവൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ എന്ത് പറയുന്നു കേൾക്കാൻ വേണ്ടി. എന്തായാലും ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് പൊട്ടിച്ചിരിക്കണം, അപ്പോഴും മനസ്സിലാക്കട്ടെ നമ്മൾ സന്തോഷത്തോടെ എന്തോ പറയുന്നതെന്ന്. അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാമല്ലോ എന്ന് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, എനിക്കത് വിഷമാവും. അത് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ പിന്നെയാണല്ലോ ഇതെല്ലാം, അല്ല എങ്കിലും നിൻ്റെ മനസ്സ് ഇങ്ങനെയാണ് എനിക്കറിയാം. എന്തായാലും നമുക്കൊരു നാടകം എന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് നോക്കാം, ഒന്ന് തമാശക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിരിച്ചിരിച്ച് നിൽക്കുക. അപ്പോഴത്തേക്കും ദേഷ്യം കൊണ്ട് കലിവുകൊണ്ട് നിൽക്കുന്ന വൈജയന്തിയാണ് കാണുന്നത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്, കണ്ടോ അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങി, ഇനി എന്തെങ്കിലും പറയാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, ആ സമയം തന്നെ വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. ഈ വീടെന്താ ഇങ്ങനെ കിടക്കുന്ന, ഒരു വൃത്തിയുമില്ലല്ലോ ഇപ്പോൾ ഈ വീട്ടിലെ. ഇപ്പോൾ അലീന ഒരു ജോലിയും ചെയ്യില്ല എന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനെ വേലക്കാരിയല്ലല്ലോ അവൾ ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി, നിൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ മോളോ, എങ്ങനെ എൻ്റെ മോളാവുന്നത്, അത് ആരെ മോളാന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഇതുവരെ പ്രശ്നങ്ങൾ തീർന്നില്ലേ, ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? നീ ആദ്യം തന്നെ വിചാരിച്ചോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണോ ഈ വീട്ടിൽ പ്രശ്നമാവുന്നത്? എല്ലാവരും അലീന അലീന എന്ന് മാത്രമേ പറയാറുള്ളൂ, ഞാൻ അപ്പോൾ ഈ വീട്ടിലെ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു നിമിഷം മിണ്ടാതെ നിന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിവിടെ ആരുടെ ഒന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്താണ് ഗുസ്തി കൂടാൻ വന്നത്. എന്താ ഗുസ്തി കൂടാനോ, നീ എന്താ സംസാരിച്ച് തുടങ്ങിയേ? എന്നെ ഇപ്പോൾ നീ ഒരു വക വയ്ക്കുന്നില്ല, ഈ ബാലചന്ദ്രൻ്റെ കൂടി എന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്താനാണ് നീ തുടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിലേ നീ എന്നെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോഴും ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നായാലും കൃഷ്ണ പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലാണെങ്കിൽ എന്ത് നടന്നിരുന്നാലും ഞാൻ ഇനി ഒന്നും മിണ്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി അമ്മ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുന്നത്, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ കാണിക്കണമെന്ന് പറയണമെന്ന്, മനസ്സിലായോ? അപ്പോഴത്തേക്കും പറയുക, ഇതെന്താ വല്ല കഥ വല്ലതും ആണോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി? അമ്മയുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്? അവർ സംസാരിച്ചോട്ടെ, ചിരിച്ചോട്ടെ, ഇതിനൊക്കെ അമ്മ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം എന്താ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തി ചിരിക്കാനും കരയാനും ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നതല്ലേ നിൻ്റെ അമ്മ എന്ന് കൃഷ്ണയെടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ നോക്കിക്കോ, ഈ വീട്ടിൽ എന്തൊക്കെ കാണിച്ചു തരാം, എന്തൊക്കെ കാണിക്കാൻ പോകുന്നതെന്ന് നീ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിപ്പോകുന്ന വൈജയന്തിയെ കാണുന്നേ. അങ്ങനെ അലീന പറയുന്നുണ്ട്, ഓരോ തരത്തിലും ഈ വീട്ടിൽ എന്നെ ഒരു സമാധാനം തരില്ലെന്നാണ് തോന്നുന്നത്, അത് നിൻ്റെ തോന്നല, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രോഹിത്ത് വരുന്നുണ്ട്. രോഹിത്ത് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്ന് ഒരു വിളി വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇത് കേട്ടതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, എന്നാൽ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞതുപോലെയുള്ള ചിരിയോടെ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ വിളിച്ചത് ചേച്ചി എന്ന്? എൻ്റെ ചേച്ചി തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് രോഹിത്ത് സ്വന്തം ചേച്ചിയെ പോലെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. എനിക്ക് ഇതൊക്കെയോ ഇപ്പോൾ ഒരു സന്തോഷമെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീയാ, ഈ വീട്ടിൽ വന്നത് മുതലാണ് ഈ മാറ്റം എല്ലാം ഉണ്ടായത്, അല്ലെങ്കിൽ അമ്മയും മക്കളും ആയിരുന്നു ഒറ്റക്കെട്ടായിട്ട് നടക്കുന്നത്. ഞാൻ ഏതോ ഒരു വഴിപോക്കനെ പോലെ ആയിരുന്നു ഇവർക്കെല്ലാവർക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എന്ത് പറഞ്ഞിരുന്നാലും എൻ്റെ അടുത്ത് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ നിൻ്റെ അടുത്തും എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം കാര്യം നീ തന്നെയാ എന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വൈജയന്തി. എന്നിട്ട് വൈജയന്തി എന്ന് പറയുന്നുണ്ട്, നീ ആരെയാ ചേച്ചിയെന്ന് വിളിച്ചേ, ഈ വേലക്കാരിയെ നീ ചേച്ചിയെന്ന് വിളിക്കാറായോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്.
അമ്മ എൻ്റെ അടുത്തൊന്നും പറയണ്ട, ഞാൻ അമ്മയെ ഇപ്പം വിളിച്ചില്ലല്ലോ എന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ തരത്ത് സംസാരിക്കാൻ തുടങ്ങിയോ? എന്താ നിനക്ക് പറ്റിയ മാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കൃഷ്ണ വന്നിരുന്നുണ്ട്. എന്തിനാ അമ്മേ ഇല്ലാത്ത കാര്യമൊക്കെ പറയുന്നേ? ഇപ്പോൾ ചേച്ചിയെന്ന് വിളിച്ചിട്ട് എന്താ ഒരു കുഴപ്പം? അതോ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ വീട്ടിലെ റാണിയാവാൻ നടക്കുകയില്ലേ? അത് ഒരിക്കലും നടക്കില്ല ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ. വീണ്ടും തുടങ്ങിയോ എന്ന് വൈജയന്തിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഇല്ല, എനിക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫോണെടുത്ത് വൈജയന്തി വീട്ടിലേക്ക് വിളിക്കുക. അമ്മയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? വീണ്ടും എന്നെ കുറ്റപ്പെടുത്താനും എന്നെ വഴക്ക് പറയാനും തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ബാലചന്ദ്രനോ? എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം ഈ വീട്ടിലെ എല്ലാ മക്കൾ വരെ തുടങ്ങിയിട്ടുണ്ട്. മക്കളാണെങ്കിൽ അലീനെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ ഇപ്പം വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ത് മാറ്റമോ? അത് അവളൊന്ന് സുഖമില്ലാതെ കിടന്നപ്പോൾ തന്നെ ഇവിടെ നോക്കാൻ വേണ്ടി ഇവിടെ മക്കൾ എല്ലാവരും കൂടെ ക്യൂ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു. ആണോ? ആരാ അത്? ബബിത ഇപ്പം മുന്നിട്ട് നിൽക്കുന്നേ. ആഹാരം കൊടുക്കാനും അതുപോലെ വീടൊക്കെ തൂത്തുവാരാനും അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാത്തതാ. എന്നാൽ ഇപ്പോൾ വന്ന മാറ്റം വലുതാ. അത് അലീൻ്റെ കഴിവ് തന്നെയാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അമ്മ പറയുന്നു, നല്ല ശീലങ്ങൾ തുടങ്ങിയല്ലോ, ആ നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും ആ അലീനയുടെ സൈഡല്ലേ എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അതോ നല്ല കാര്യം വരുമ്പോൾ നല്ലതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് അമ്മ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് പറയുക, നിങ്ങളും അതുപോലെ എൻ്റെ ആങ്ങളമാരുണ്ടല്ലോ, അവരും അത് തന്നെ. ഇപ്പം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഈ വീട്ടിൽ കിടന്ന് എന്തൊക്കെയാണ് കഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? ഓരോരോ കുത്തുവാക്കുകൾ കേട്ടാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ് ഇരുന്നിട്ട് പറയുക, ഇനി കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എപ്പോഴും വഴക്കുവാണല്ലോ ഈ വീട്ടിൽ. അപ്പോഴത്തേക്കും പറയുക, എന്താ എനിക്ക് ഈ വീട്ടിൽ ഒന്ന് മിണ്ടിക്കൂടെ? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വെച്ച് തുടങ്ങിയാൽ നിങ്ങൾ നിർത്തില്ലല്ലോ. ഇപ്പോഴും അലീന. ഞാനാണെങ്കിൽ അലീന എന്തെങ്കിലും ചെയ്യണോ? എന്ത് ചെയ്യാനാ? അടി കൊടുക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് എന്നെ ഇപ്പോൾ പറഞ്ഞയക്കണമെന്നാണോ മോഹം? എന്നെ പറഞ്ഞയക്കുക നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് സ്വത്തുമുണ്ട്. എനിക്ക് ആരും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിനക്ക് സ്വത്ത് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നിനക്കൊരു വിവരം എന്ന് പറയണോ ബഹുമാനമോ ഒന്നും നിനക്കില്ലല്ലോ ആരെടുത്തും. പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന്. വൈജയന്തി പറയുന്നുണ്ട് അലീനിൻ്റെ അടുത്ത്, നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നീ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം. നീ ആരാ ഇതൊക്കെ പറയാൻ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതോ ഞാൻ ആരാന്ന് വഴിയെ മനസ്സിലായിക്കോളും. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാന്ന്? എന്തായാലും ഞാൻ ഇറങ്ങാൻ തീരുമാനിക്കില്ല എന്ന് പറയുന്നുണ്ട് അലീന. എന്താ നീ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നോ? ആര് തന്ന ക്ലാസ്സാണ് നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ എനിക്ക് ആരും തന്നേലേ, എനിക്കെന്തോ ഇപ്പം ഭയങ്കര ധൈര്യമാണ്. അതൊക്കെ ധൈര്യം വരുമല്ലോ, അത്രയ്ക്കല്ലേ ആൾബലം ഉള്ളത് നിനക്ക് കുറേ പേരുണ്ടല്ലോ. ആരാ ഈ കുറേ പേരെന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിച്ചാൽ മതി, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ, അല്ലാതെ എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഓരോരോ ചെറിയ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഈ വീട്ടിൽ സമാധാനം വേണം. ചേച്ചി ഇനി ആരും ഒന്നും പറയരുത് എന്ന് പറയുന്നുണ്ട്. ഇത്രയും ദിവസം പറഞ്ഞത് പോരെ, എല്ലാം അറിഞ്ഞതും പോരെ? ഇപ്പോൾ അമ്മയുടെ ആങ്ങളമാർക്ക് വരെ മനസ്സിലായിട്ടുണ്ട് ചേച്ചിയുടെ. ഇനി എന്നാ മനസ്സിലാക്കുന്നേ നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങളോ? അമ്മ ഇപ്പം നിങ്ങളെന്ന് വിളിക്കാൻ തുടങ്ങിയോ? ഞാൻ കാണിച്ചു തരാം ഈ നിങ്ങളുടെ അടുത്തൊക്കെ എന്തൊക്കെ കാണിക്കേണ്ടതെന്ന് ആദ്യം നീ പറ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ബാഗൊക്കെ എടുത്തോണ്ട് വാ നീ, എന്നിട്ട് നിന്നെ അന്നത്തെ പോലെ ഞാൻ പുറത്താക്കാം. അന്നാണെങ്കിൽ അമ്മേ എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ പുറത്താക്കാൻ വേണ്ടി, രോഹിതേട്ടനൊക്കെ. പക്ഷേ ഇന്ന് അവർ കാണില്ല, ഇന്ന് അമ്മ മാത്രമേ പുറത്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. എന്താ നീ അങ്ങനെ പറയുന്നത്? ഞാൻ പുറത്ത് പോകാനാണോ നിങ്ങളെല്ലാവരും ഇഷ്ടം? ആരാ പുറത്ത് പോകുന്നതെന്ന് നമുക്ക് കാണാം
എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഓരോ കാര്യത്തിന് എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന അമ്മയാണല്ലോ ഈ വീട്ടിലിപ്പോൾ കാണാൻ പറ്റുന്നത്. എന്തിനാ അമ്മേ ചേച്ചി വെറുതെ വിട്ടൂടെ എന്ന് രോഹിത് പറയുന്നുണ്ട്. നിൻ്റെ സ്വന്തം ചേച്ചിയായോ ഇപ്പോൾ? ഇപ്പോൾ എല്ലാവർക്കും ചേച്ചിയായി അനിയത്തിമാരായി. എന്നാൽ ഇപ്പോൾ എനിക്ക് മാത്രം ഇവിടെ ആരും ഇല്ലാത്തത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും രോഹിത്തിനെ അടിക്കുന്നുണ്ട് വൈജയന്തി. എന്തിനാ അവനെ അടിച്ചത്? നീ ആരാ അടിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ എനിക്ക് തല്ലിക്കൂടെ? നിങ്ങളാണോ അവൻ ഇത്രയും വളം വെച്ച് കൊടുക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അവനെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ലേ അവന് വന്ന മാറ്റം. അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെയായിരുന്നോ? നിൻ്റെ കൂടെ കൂട്ടുകൂടി എല്ലാ തെറ്റുകളും ചെയ്തു തുടങ്ങിയിരിക്കുക. ഇപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം വരെ പകുതി വഴി നിർത്തിയിരിക്കുക അവൻ്റെ സ്വഭാവം കരുതി. അതിനെല്ലാം വന്ന മാറ്റം ഇപ്പോൾ ഈ അലീന വന്നതുകൊണ്ടാണ് ഇന്നും ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അലീന മാത്രമാണോ അവൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന അമ്മയല്ല, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നൊരു ചേച്ചിയെ പോലെ കരുതുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് അവൾ പെരുമാറുന്നതെന്ന്. മനസ്സിലായോ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും മനസ്സിലാക്കിയിരുന്നോ? എന്താ അവസാനം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലാവൂല. എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഇനി എൻ്റെ അടുത്തൊന്നും പറയുന്നു ചെയ്യരുത്. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയുന്നുണ്ട്. ആരാ നിങ്ങൾ എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോവാനോ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തിനാണ് ഇറങ്ങിപ്പോവാൻ്റെ കാര്യം? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. ആര് പോയാലും ഒരു സമാധാനം ഉണ്ടായിരുന്നാലും മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേറി പോകുന്നുണ്ട് കൃഷ്ണ. വീണ്ടും വന്ന് പറയുന്നുണ്ട്. എന്തായാലും അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് ഇരുന്നൂടെ? ഞാനാണെങ്കിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ബഹളം കേട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് പഠിക്കണം, ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇനി ആരെയും പഠിത്തമൊന്നും കളയുന്നില്ല, ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എടി നിനക്കാണെങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ഏത് കൂട്ടുകാരൻ? എനിക്കൊരു കൂട്ടുകാരനും ഇല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് പണ്ടൊരു കൂട്ടുകാരനുണ്ടോ എന്ന്. അത് കേട്ടത് ഞെട്ടി പറയുക. എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നിട്ട് ഒരു മൗനത്തോടെ നിൽക്കുക. നീ എന്താ മൗനമായിട്ട് നിൽക്കുന്നേ? ഒന്നും പറയാനില്ലേ? ഇല്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കി റൂമിലോട്ട് പോവുകയാണ് വൈജയന്തി. അപ്പോൾ തന്നെയാണ് വൈജയന്തിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്തോ ഒരു കാര്യമുണ്ട്, അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയില്ല. എന്തോ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് വീണ്ടും നടന്ന് നീങ്ങുക. എന്നിട്ട് റൂമിൽ നിന്നിട്ട് പറയുന്നുണ്ട്. ഞാനായിട്ട് ഇനി ആരെയും സ്വസ്ഥത കളയുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകണമെന്നാണോ വിചാരം?